കാശ് നമ്മൾ റിച്ചുകുട്ടൻ വ്ളോഗ്സിലായിട്ട് പിന്നെ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ കൂട്ടുകാരനാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാം. കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞാണ് ഫുട്ബോൾ കളിക്കുന്നത്. കാശ് ഇവിടെ പണ്ട് ഇവിടെ ഒരു കാരണം സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞുതരും, ദിവം പറഞ്ഞുതരും. ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം പറയട്ടെ. ഹലോ ഗായ്സ്, ഇത് ഒരു ഭയങ്കര ഒരു കഥയാണ്. ഇതൊരു ഹൊററാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. പണ്ട് ഇതൊരു പള്ളിയൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു സ്കൂളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പൊളിഞ്ഞ് ഇവിടെ ഒരു സെമിത്തേരി ആയിരുന്നു. അവിടെ കുറേ ഇങ്ങനെ കുഴിച്ച് മൂടിയിട്ട് ഇങ്ങനെ ഫുള്ള് ഇവിടെ കുരിശ് കൊണ്ട് നിറയും. അങ്ങനെ കുറേ ഈ ഒരു 200 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പള്ളി ഇപ്പോഴും ഒന്നും ഇല്ല. അതൊക്കെ പൊളിച്ചിട്ട് സ്കൂളും പൊളിച്ച് ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഒരു ഇതാണ് ഇതെല്ലാം ഈ പള്ളിയുള്ള സ്ഥലത്താണ് സ്കൂളൊക്കെ. അതുകൊണ്ടാണ് ഈ പള്ളിക്കൂടം എന്നൊക്കെ വിളിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കുരിശടിയായിരുന്നു ഫുള്ളും. ഇവിടെ പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഫുള്ളും ഇവിടെ പൊട്ടിച്ച് കുരിശടി പൊട്ടിച്ച് എന്നിട്ട് ഒരു ഇത് മാത്രം അത് പൊട്ടിച്ചിട്ടും അത് അവിടുന്ന് തന്നെ അങ്ങുന്നില്ല. പൊട്ടിച്ചിട്ടും അത് പൊട്ടിയാൽ വീണ്ടും തിരിച്ചു വന്നിരിക്കും. എന്ത് സംഭവം എന്നറിയത്തില്ല. എന്നിട്ട് മറ്റേ അച്ഛനെ വിളിച്ച് ഇങ്ങനെ തൈലൊക്കെ തെളിച്ചിട്ട് അത് പൊട്ടിച്ചപ്പോൾ അത് പൊട്ടിച്ച്. എന്നിട്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ പേടിച്ച് കൊണ്ടൊക്കെയാണ്. ഇവിടെ ആരാണ്ട് ഒരു പ്രേതമൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് ഒരു ദിവസം ഇവിടെ ഒരു വീട്ടിലൊരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ ഇങ്ങനെ വന്നിട്ട് അയാളെ ആക്രമിക്കാൻ പോയിരുന്നു. അപ്പം അച്ഛൻ പള്ളിയുടെ ഇവിടെ വെച്ചല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ല. അതുകൊണ്ട് ഇവിടെ അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നു, എന്താ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അച്ഛനവിടെ നോക്കിയിട്ടുണ്ട്. അതാരാണ് അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി. അപ്പം അയാളിങ്ങനെ ആക്രമിക്കാൻ അങ്ങനെ പെടലിൽ കയറി പിടിച്ച് അയാൾ. അപ്പം ഈ അച്ഛനിങ്ങനെ ഉണ്ട്. അച്ഛനിങ്ങനെ ആനാമ്പിള്ളൊക്കെ കയ്യിലിരുന്നുണ്ട്. അപ്പം അച്ഛനിങ്ങനെ കുരിശ് ഇങ്ങനെ കാണിച്ച് മൈ ലവ് ജീസസ് അങ്ങനെയൊക്കെ കുറേ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ കാണിച്ചത്. എൻ്റെ പൊന്നോ. എന്നിട്ട് അച്ഛൻ വന്നിട്ട് തൈലമൊക്കെ തെളിച്ചിട്ട് എൻ്റെ പൊന്നോ സീനായിരുന്നു ഇവിടെ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ വേണം. അവിടെ ആരോ നിൽക്കണം പോലെ. ഗൈസ് നമ്മളൊന്ന് പോവുകയാണ്. അയ്യോ.